ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത്. തെഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യം കൊണ്ടാണ് ഞാനിന്ന് തോരനുണ്ടാക്കുന്നത്. നിലത്ത് പടർന്നു കിടക്കുന്ന ഒരു സസ്യമാണ് ഈ തെഴുതാമ എന്നത്. തെഴുതാമ ഇലയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. രക്തക്കുറവ് കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടിനും മൂത്രാശയ സംബന്ധമായ അസുഖത്തിനും ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും കണ്ണിൻ്റെ അസുഖത്തിനും ആമവാദം പോലുള്ള അസുഖത്തിനും ഇത് ഉത്തമമായ ഒരു ഔഷധ സസ്യമാണ്. അമിതമായി മദ്യം കഴിച്ചാലുണ്ടാകുന്ന ക്ഷീണത്തിനും തലകറക്കത്തിനും ഇതേറെ ഗുണമുള്ള ഒന്നാണ്. എന്നാൽ ഇത്രയും ഗുണമുള്ള ഈ തെഴുതാമയുടെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഇതാണ് തെഴുതാമ എന്നറിയപ്പെടുന്ന ഈ ചെടി. ഇതൊരു ഔഷധ സസ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വെച്ചാണ് ഇന്ന് നമ്മൾ തോരനുണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഇത് ചെറിയ ഇലയാണ്. അതൊക്കെ അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് നല്ലതുപോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ നല്ലതുപോലെ ഇങ്ങനെ പിടിച്ച് അരിഞ്ഞു കൊണ്ടുവരണം. അത് നമുക്ക് അരിയാമെന്നാൽ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്നിച്ചിങ്ങനെ പിടിച്ച് ഇത് കട്ട് ചെയ്യാം. ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്യണം. ഈ തെഴുതാമയില കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമുക്കിത് തോരനുണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് അതിനായി സ്റ്റൗവിൻ്റെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഈ തോരനിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ അരി. നമ്മളുടെ ചോറ് വെക്കുന്ന അരിയാണ്. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അരിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ടായി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിരുന്നു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് സോട്ടാക്കി കൊടുക്കാം. ഉള്ളി സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തോരൻ രാത്രി വരെ വെച്ച് കഴിഞ്ഞാൽ കേടാവാതെ കിട്ടും. ഇതുപോലെ ഫസ്റ്റ് തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തോരൻ കേടുകൂടാതെ കുറച്ച് സമയം വരെ ഇരുന്നു കൊള്ളും. അതുകൊണ്ടാണ് ആദ്യം തന്നെ
തേങ്ങ സോട്ടാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് തെഴുതാമ ഇട്ട് കൊടുക്കാം. തെഴുതാമയുടെ കട്ട് ചെയ്ത് വെച്ച തെഴുതാമയിൽ ഇട്ട് കൊടുക്കാം. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തെഴുതാമയിൽ ഇട്ട് കൊടുക്കാം. തെഴുതാമയും ഇലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. 2 മിനിറ്റ് മൂടിയിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. തോരൻ ഇവിടെ റെഡിയാണ്. നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തെഴുതാമയില തോരൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവുന്നതാണ് ഈ സസ്യം. എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരു തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ തോരനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.